ഒരു വ്യക്തിയുടെ ഫിലോസഫിയെ, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ ചേർത്ത് നിർത്താൻ മനസ്സ് കാണിക്കുന്ന, ചേർത്ത് നിർത്തിയാൽ അത് ഏറ്റെടുക്കാൻ കെൽപ്പ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു അച്ഛനെ പോലെ ഒരാൾ പിരിഞ്ഞുപോയി എന്നുള്ളതാണ് പി എസിൻ്റെ വേർപാടിനെ പറ്റിയിട്ട് എനിക്ക് ഓർക്കാനുള്ളത്. ഒരു ഇഷ്യൂ വി എസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അത് ഏറ്റെടുക്കാൻ വി എസ് തയ്യാറാണ്, അതിന് ഏതറ്റം വരെയും പോകാനും തയ്യാറായിരുന്നു. ഇഷ്യൂസൊന്നും ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല. ഇപ്പം ഇന്നലെ മുതൽ സ്ഥിരമായിട്ട് ചാനലുകളിൽ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് സംഭവങ്ങൾ. പക്ഷേ അതിലത്തെ ഓരോ ഇഷ്യൂ നോക്കിയാൽ ആ ഇഷ്യൂവിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വി എസ് ആദ്യം ഒരു ഡിക്ലറേഷൻ നടത്തും. ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിക്കേഷനാണ്. ഇനി ഞാൻ ബാക്ക് ഓഫ് ചെയ്യുന്നില്ല, ഞാൻ മുമ്പിലേക്ക് പോകും. ഏതുവരെ പോകും? ഇതിൻ്റെ ലോജിസ്റ്റിക് കൾമിനേഷൻ എവിടെയാണോ അതുവരെ ഞാൻ പോകും. ആ ഒരു നിലപാടെടുത്തിരുന്നു എന്നുള്ളതാണ് വി എസിൻ്റെ ഒരു പ്രത്യേകത. വ്യക്തിപരമായിട്ട് ഒരു വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. വി എസിനെ കുറേ കാലം കൂടെ നടന്നു. പല കാര്യങ്ങളും അടുത്തിരുന്ന് ചർച്ച ചെയ്യാനോ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാനോ ഉള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. എന്തെങ്കിലും തോന്നിയാൽ പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അത് പറയുന്നതിന് വി എസിന് വിരോധം ഉണ്ടായിരുന്നില്ല. അല്ല വി എസ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് അങ്ങ് എടുക്കുന്നല്ല, അത് കേൾക്കും. അത് കേൾക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുള്ളത്, വി എസ് അച്യുതാനന്ദൻ 6 വർഷമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തൻ്റെ വിരമിച്ച മട്ടാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമുണ്ട്. ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഇടപെടുമായിരുന്ന ഒരാൾ, കേൾക്കുമായിരുന്ന ഒരാൾ, ആക്സസ് ഉണ്ടായിരുന്ന ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ വി എസിൻ്റെ അസാന്നിധ്യം ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ, ഭരണം തുടങ്ങിയിട്ടുള്ള വലിയ സവിശേഷതകളുള്ള പലതരത്തിലുള്ള എന്താ പറയുക സന്ദർഭങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പാർട്ടിയും മുന്നണിയും സർക്കാരും ഒക്കെ. അവിടെ വി എസിൻ്റെ ഏത് ഏരിയയാണ് മിസ് ചെയ്യുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ട്? വി എസ് ഉണ്ടാക്കിയ ഒരു ഓറ, അത് കുറച്ച് ദശാബ്ദക്കാലം അത് എന്തായാലും നിലനിൽക്കും. വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു കാലം ഒരു 30-40 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്ത് പോവും എന്നെനിക്ക് തോന്നുന്നു. 6 വർഷം മുമ്പ് അപ്രത്യക്ഷനായ വി എസ് എന്ന് പറഞ്ഞല്ലേ, 2019 പാർലമെൻറ്റ് ഇലക്ഷന് നടന്ന് പ്രസംഗിച്ച് വന്നതിന് ശേഷമാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നതും വി എസ് പൊതുമണ്ഡലത്തിൻ്റെ യവനികയ്ക്ക് പുറകിലേക്ക് പോകുന്നത്. പക്ഷേ 6 വർഷത്തൊരു ഗ്യാപ്പ്, അതായത് 6 വർഷമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു വി എസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജനസഹസ്രം ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെയും ജനം ചോദിക്കും, വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത് മതി വി എസിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് വി എസ് ഈ സമൂഹത്തിൽ അവശേഷിപ്പിക്കുന്ന എക്സ്ക്ലമേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാൻ ഒരാളുണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥ ബഹുഭൂരിപക്ഷം മലയാളിക്കുമുണ്ട്. അവരേത് പക്ഷത്ത് നിൽക്കുന്നു, ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും അപ്പുറത്ത് നിൽക്കുമ്പോഴും എല്ലാം വി എസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു എതിർശബ്ദം പറഞ്ഞേനെന്ന്, വഴിതിരിച്ചു വിട്ടേനെന്ന്, ശരിമാർഗത്തിലേക്ക് വലിച്ചടുപ്പിച്ചേനെ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനസഞ്ചയമുണ്ട്. ആ ജനസഞ്ചയം ഒഴുകി വരുന്നതാണ് നേരത്തെ ശശിധരൻ ചൂണ്ടിക്കാണിച്ചുള്ളത്. വി എസ് എവിടെ നിൽക്കുന്നു, ഏത് പദവിയിലിരിക്കുന്നു, അധികാരത്തിന് പുറത്തോ അകത്തോ നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം എപ്പോഴും ജനങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനൊപ്പം നിലകൊള്ളുകയും ഇടപെടുകയും ചെയ്യുന്ന സവിശേഷത അദ്ദേഹത്തിനുണ്ട്. ഈ ശശിധരൻ നമ്മൾ നേരത്തെ സംസാരിച്ച് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ സുരേഷിനോട് നമ്മൾ സംസാരിച്ചു, ഇപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ചു, ജോസഫ് സി മാത്യു, ഇവരൊക്കെ തന്നെയും പാർട്ടിയുടെ അപ്രീതി പിടിച്ചുപറ്റുകയും നടപടിക്ക് വിധേയരാവുകയും ചെയ്തവരാണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ വി എസ് അച്യുതാനന്ദനൊപ്പം സഞ്ചരിച്ചതിൻ്റെ പേരിൽ വില കൊടുക്കേണ്ടി വന്ന മനുഷ്യർ എന്ന പ്രത്യേകതയുണ്ട്. അവരാണ് വി എസ് അച്യുതാനന്ദൻ രൂപപ്പെട്ടു വന്ന വഴിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളുടെ അവസാനം കാണും വരെയും അതിൽ ആഞ്ഞിറങ്ങി നിൽക്കാനുള്ള പ്രതിബദ്ധത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന കാര്യം വി എസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു നേതാവ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധിയായ നേതാക്കളെ ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും ഉയർത്തി നിർത്തുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. EMSനെ പോലെ, നായനാരെ പോലെയുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും എത്തുന്നു. വിവിധ കക്ഷികളിൽ നിന്നുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. വി എസ് അച്യുതാനന്ദനെ അവസാനമായി കാണാൻ വരുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് ഓർക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ശ്രീ അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നുമുണ്ടായിരുന്നു.
അത് പാർട്ടിക്കകത്തു നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും പുറത്തു നിന്നായിരുന്നാലും ആ സമൂഹത്തിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങൾ, ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്നും നിലനിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആളായിരുന്നു എന്ന പ്രശംസ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും കേൾക്കുന്ന ആളാണ്. അദ്ദേഹം ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചു എന്ന പ്രശംസയാണ് അദ്ദേഹം എപ്പോഴും എതിരാളികളിൽ നിന്ന് പോലും കേൾക്കുന്നത് എന്നാണ്. അപ്പോൾ വി എസിനെ കാണാൻ വിവിധ തുറകളിൽ നിന്നുള്ള നൂറുകണക്കായ മനുഷ്യർ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ വി എസിനോട് ഒരു നന്ദി പറയാൻ, വി എസിനോട് അവരുടെ സ്നേഹാഭിവാദ്യം പങ്കുവയ്ക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ദർബാർ ഹാളിലാണ്. പ്രമുഖരുമല്ലാത്തവരുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ഇവിടേക്ക് വരുന്നത് കാണാം. 2 മണി വരെയാണ് ദർബാർ ഹാളിൽ ജിൽസി സമയം അനുവദിച്ചിട്ടുള്ളത്. 2 മണി കഴിഞ്ഞും അത് പോകുമോ, ആളുകൾ അതിനുശേഷവും ക്യൂ നിൽക്കുമോ എന്ന് അറിയില്ല. നേരത്തെ ഇതിന് മുൻപുണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ വിലാപയാത്രയായിരുന്നു. അതിൻ്റെ ചടങ്ങുകളെല്ലാം ഒരുപാട് സമയം നീണ്ടുപോകും. നമ്മൾ കണ്ടത് പലയിടത്തും തീരുമാനിച്ച ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത്രയും ആളുകളുടെ ഒരു വലിയ ജനസഞ്ചയം ഉണ്ടായിരുന്നു എന്നുകൊണ്ടാണ്. ഇവിടെ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഇവിടെ കാത്തു നിൽക്കുകയും അദ്ദേഹത്തെ കാണാനിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇപ്പോഴത്തെ ഈ തിരക്ക് അത് 2 മണിയോടുകൂടി അവസാനിക്കുമോ? മഴ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മഴ വന്നാൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നറിയില്ല. എന്തായാലും നിലവിലിപ്പോൾ ടൈം ഷെഡ്യൂൾ പക്കയായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് കാണാൻ കാര്യം. അച്യുതാനന്ദനെ കാണാനും അദ്ദേഹത്തിനോട് അന്ത്യോപചാരം അർപ്പിക്കാനും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഒരു തലമുറയുടെ മുഴുവൻ വികാരത്തെ ത്രസിപ്പിച്ച, സ്പർശിച്ച, ജീവിതാനുഭവങ്ങളെ സ്പർശിച്ച ഒരു മനുഷ്യൻ എന്ന പ്രത്യേകത വി എസ് അച്യുതാനന്ദന് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിലും കേരളത്തിൻ്റെ വർത്തമാനത്തിലും കേരളത്തിൻ്റെ സംസ്കാരത്തിലും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ ആശയം അതിനെ ചലിപ്പിക്കുകയും പലപ്പോഴും വഴിതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് എന്നതിലേക്കുള്ള പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അതിനെ നേർവഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രയത്നിച്ച ഒരാളെന്നുള്ള ഖ്യാതി നേടിയെന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ വി എസ് അച്യുതാനന്ദൻ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാവല്ല. സമ്പൂർണ്ണമായും പാർട്ടിക്ക് കീഴ്പ്പെടുകയും പാർട്ടി ആഖ്യാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ രേഖപ്പെടുത്തിയ ഒരാളല്ല. അതിനപ്പുറം ചിലപ്പോൾ പാർട്ടിയുടെ വരയ്ക്ക് പുറത്തേക്ക് ഒരു കാലെടുത്ത് വെച്ചുകൊണ്ട് പാർട്ടിയെ മാറ്റി നേതാവ് എന്ന സവിശേഷതയുള്ള ഒരുപക്ഷെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദനായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ തുറന്നു വെച്ച ആളാണ്. ആ സവിശേഷത നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട ഒന്നാണ്. EMSനെ, നായനാരുടെ അവരുടെ എല്ലാം മരണവും അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വൈകാരിക വികാരവായ്പോടെയുള്ള വലിയ വിലാപയാത്രയും കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ വി എസ് അച്യുതാനന്ദനെ അങ്ങനെ കാണുന്നതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. വി എസ് അച്യുതാനന്ദൻ പുതിയ കാലത്ത് പാർട്ടി നേരിട്ട പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ജനപക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന, ഇടതുപക്ഷ കാഴ്ചപ്പാട് സ്വീകരിച്ചിട്ടുള്ള ഒരാൾ. ഇപ്പോൾ വർത്തമാനകാലത്ത് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വർഗീയതയുടെ ഇൻഫിൽട്രേഷനോട് സന്ധിയില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ച ഒരാൾ, സാധ്യമാകുന്ന കാലം അത്രയും വർഗീയതയ്ക്കെതിരെ കേരളം മുഴുവൻ നടന്നു പ്രസംഗിച്ച ഒരാൾ, അതിന് പ്രതിരോധം